വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഒരു സർപ്രൈസ് ഉണ്ട്. തൻ്റെ 53-ാം വയസ്സിലും ബോളിവുഡിലെ ഗ്ലാമർ റാണിയായി നിൽക്കുന്ന നടിയാണ് മലൈക്ക അറോറ. 1998-ലെ ദിൽസയിലെ SRKയുടെ കൂടെയുള്ള ചയ്യ ചയ്യ എന്ന ഗാനത്തിലെ ഐറ്റം ഡാൻസിലൂടെ ആണ് ഇവർ പ്രശസ്തയായത്. അതിൽ തുടങ്ങി ഇന്നുവരെ ബോളിവുഡിലെ ഏറ്റവും മൂല്യമുള്ള ഐറ്റം ഡാൻസറും നടിയുമായിട്ട് ഇവർ ഇന്നും തുടരുന്നു. മഹാരാഷ്ട്രയിലെ താനെയിലാണ് മലൈക്ക ജനിച്ചിട്ടുള്ളത്. മാലാഖ എന്ന വാക്കിൻ്റെ ഒരു വകഭേദമാണ് മലൈക്ക എന്നുള്ളത്. ഇനി പറയുന്നത് തികച്ചും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ബോളിവുഡ് നടിയാണെന്നുണ്ടെങ്കിലും മലൈക്കയുടെ അമ്മ ഒരു മലയാളിയാണ്. ജോയ്സി പോളികാർപ്പ് എന്നാണ് അവരുടെ പേര്. അതായത് ജന്മം കൊണ്ട് മലൈക്ക ഒരു പാതി മലയാളിയാണ്. തെലുങ്കിലെ ഏറ്റവും മൂല്യമുള്ള നടിമാരിൽ ഒരാളാണ് സാമന്ത റുത്ത് പ്രഭു എന്നറിയപ്പെടുന്ന സാമന്ത. ഫിറ്റ്നസിലും ഇവർ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും സാമന്ത തൻ്റെ തുടക്കം കുറിക്കേണ്ടിയിരുന്നത് മലയാളത്തിലായിരുന്നു. മലയാളത്തിൽ ദിലീപിന്റെ ക്രേസി ഗോപാലനിൽ നായികയാവാൻ വന്നെങ്കിലും വളരെ കുട്ടിയായി തോന്നിക്കുന്നതിനാൽ അവർക്ക് ആ സിനിമയിൽ വേഷം ലഭിച്ചില്ല. എന്നാൽ പിന്നീട് ഗൗതം മേനോന്റെ വിണ്ണൈ താണ്ടി വരുവായ എന്ന ചിത്രത്തിൽ ഇവർക്ക് അഭിനയിക്കാൻ അവസരം ലഭിച്ചു. തുടർന്ന് തമിഴിലും തെലുങ്കിലുമായിട്ട് നിരവധി ചിത്രങ്ങളിൽ ഇവർ അഭിനയിച്ചു. നായികയായി. ജനിച്ചത് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണെന്നുണ്ടെങ്കിലും സമന്തയുടെ അമ്മയും ഒരു മലയാളിയാണ്. എങ്കിലും ഇതുവരെയായിട്ട് ഒരൊറ്റ മലയാള സിനിമയിൽ പോലും സാമന്ത പിന്നീട് അഭിനയിച്ചിട്ടേ ഇല്ല. ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന മലയാള സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കാത്തത് കൊണ്ടാണോ ഇവർ പിന്നീട് മലയാള സിനിമയെ തിരിഞ്ഞു നോക്കാതിരുന്നത്? സ്വാഗ് എന്നുള്ള വാക്ക് ഇത്രയും പോപ്പുലർ ആവുന്നതിന് മുമ്പ് ബോളിവുഡിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാഗ് ഉള്ള ഒരു നടനായിരുന്നു ജോൺ എബ്രഹാം. തൻ്റെ 53-ാം വയസ്സിലും അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. 2003-ൽ ഇറങ്ങിയ ജിസ് എന്ന സിനിമയിൽ കൂടിയാണ് അദ്ദേഹം ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ഈ സിനിമ ഒരു സൈലന്റ് ഹിറ്റായിരുന്നു. തുടർന്നും ഇതേ രീതിയിലുള്ള ഗ്ലാമർ പ്ലസ് ത്രില്ലർ സ്വഭാവമുള്ള നിരവധി സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. സായ, പാപ് തുടങ്ങി പല പല സിനിമകളിൽ. എന്നാൽ 2004-ൽ ഇറങ്ങിയിട്ടുള്ള ധൂം ഫസ്റ്റ് എന്ന ചിത്രമാണ് ജോണിന്റെ കരിയറിനെ തന്നെ മാറ്റിമറിച്ചത്. ചിത്രത്തിൽ നായകനായ അഭിഷേക് ബച്ചനെ പോലും നിഷ്പ്രഭമാക്കുന്ന രീതിയിലായിരുന്നു ധൂമിലെ ജോണിന്റെ വില്ലൻ വേഷം. അതിനാൽ തന്നെ പിന്നീട് വന്ന ധൂം 2, 3 തുടങ്ങിയ സിനിമകളിൽ അവർ കള്ളന് പ്രാധാന്യം നൽകി. അതായത് കള്ളനെ തന്നെ അങ്ങ് നായകനാക്കി മാറ്റേണ്ടി വന്നു. ജനിച്ചു വളർന്നത് ബോംബെയിലാണെന്നുണ്ടെങ്കിലും ജോണിന്റെ പിതാവ് ഒരു മലയാളിയാണ്. 2022-ൽ അനശ്വര രാജനെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് മൈക്ക് എന്ന ഒരു മലയാള സിനിമയും ജോൺ എബ്രഹാം നിർമ്മിച്ചിട്ടുണ്ട്. 2000-ൽ മിസ് വേൾഡായി രാജ്യത്തിന്റെ തന്നെ അഭിമാനമുയർത്തിയ വ്യക്തിയാണ് പ്രിയങ്ക ചോപ്ര. 2002-ൽ തമിഴൻ എന്ന വിജയ് ചിത്രത്തിലൂടെയാണ് പ്രിയങ്ക ചോപ്ര അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 2003-ൽ സണ്ണി ഡിയോൾ നായകനായിട്ടുള്ള ദ ഹീറോ ലവ് സ്റ്റോറി ഓഫ് എ സ്പൈ എന്ന ചിത്രത്തിലൂടെയാണ് ബോളിവുഡിൽ പ്രിയങ്ക ചോപ്ര എത്തുന്നത്. തുടർന്ന് 2017-ൽ ഹോളിവുഡ് ചിത്രമായിട്ടുള്ള ബേവാച്ചിലൂടെ സാക്ഷാൽ റോക്കിന്റെ കൂടെയൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട്. തുടർന്നും മാട്രിക്സ് അടക്കം നിരവധി ഹോളിവുഡ് സിനിമകൾ അഭിനയിച്ചു. ഇതിനിടയിലും ബോളിവുഡിലും മറ്റു ഭാഷകളിലുമൊക്കെ ഇവർ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 2021-ൽ അൺഫിനിഷ്ഡ് എന്നൊരു ആത്മകഥയും ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യുനിസെഫിന്റെ ബ്രാൻഡ് ഗുഡ്വിൽ അംബാസിഡർ ഒക്കെയായിരുന്നു ഇവർ. പ്രിയങ്ക ജനിച്ചത് ജാംഷഡ്പൂരിലാണെന്നുണ്ടെങ്കിലും മുത്തശ്ശിയായ മിസ്സിസ് അഖൌരി ഒരു മലയാളി. ഇവരുടെ ഖബറടക്കത്തിന് പ്രിയങ്ക കേരളത്തിൽ വന്നപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ അന്ന് പത്രവാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. കുമരകം ആണ് ഇവരുടെ സ്വദേശം. പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മലയാളിയാണെന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണ് KK മേനോൻ എന്നറിയപ്പെടുന്ന കൃഷ്ണകുമാർ മേനോൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാവരും പാതി മലയാളികൾ ആണെന്നുണ്ടെങ്കിൽ KK മേനോൻ ഒരു പരിപൂർണ മലയാളിയാണ്. ഇദ്ദേഹത്തിന്റെ പാരന്റ്സ് മുഴുവനായിട്ടും കേരളക്കാർ തന്നെയാണ്. എന്നാൽ ഇദ്ദേഹം വളർന്നത് മഹാരാഷ്ട്രയിലാണ്. പരസ്യരംഗത്ത് നിന്നാണ് ഇദ്ദേഹം സിനിമാ മേഖലയിലേക്ക് എത്തുന്നത്. 1995-ൽ ബാബറി മസ്ജിദ് സംഭവം പ്രമേയമാക്കിക്കൊണ്ട് ഇറങ്ങിയിട്ടുള്ള നസീം എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. 1999-ൽ ഭോപ്പാൽ ഗ്യാസ് ദുരന്തത്തെ ആസ്പദമാക്കി ഇറങ്ങിയ ഭോപ്പാൽ എക്സ്പ്രസ് എന്ന സിനിമയിൽ ഇദ്ദേഹം പ്രധാന വേഷം ചെയ്തു. പിന്നീട് പാഞ്ച്, ബ്ലാക്ക് ഫ്രൈഡേ, അമിതാഭ് ബച്ചന്റെ കൂടെയുള്ള ദീവാർ, റാം ഗോപാല വർമ്മയുടെ സർക്കാർ തുടങ്ങി നിരവധി സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ച് ബോളിവുഡിൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. മലയാളിയാണെങ്കിലും മലയാളത്തിൽ ഒരൊറ്റ സിനിമയിൽ പോലും ഇദ്ദേഹം അഭിനയിച്ചിട്ടില്ല. തമിഴിൽ ഉദയം NH4 എന്നൊരു സിനിമയിൽ സിദ്ധാർത്ഥിന്റെ കൂടെ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ ആ ഒരു സർപ്രൈസ് എൻട്രി. ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു സർപ്രൈസ്, ഇദ്ദേഹം ഒരു മലയാളിയാണെന്നുള്ളത് ഇത് കേൾക്കുന്ന ചിലർക്കെല്ലാം അറിയാമായിരിക്കും. അതിനാൽ തന്നെ അതിൻ്റെ പേരിൽ ആരും എന്നോട് വഴക്കിടാൻ വരരുത്. എന്നാൽ ചിലർക്കെല്ലാം ഇതാദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരിക്കാം. മരത്തൂർ ഗോപാല രാമചന്ദ്രൻ. ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. എന്നാൽ തമിഴ് സിനിമയിൽ നായകനായി വരികയും പിന്നീട് തമിഴ്നാടിൻ്റെ തന്നെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്ത
MGR എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. തമിഴ്നാടാണ് ഇദ്ദേഹത്തിന്റെ സാമ്രാജ്യമായിരുന്നതെങ്കിലും ഇദ്ദേഹം ജന്മം കൊണ്ട് ഒരു മലയാളിയാണ്. അച്ഛൻ മേലകത്ത് ഗോപാലമേനോൻ തൃശൂർ സ്വദേശിയാണ്. ഇദ്ദേഹം ഒരു നിയമ ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മയായ മരത്തൂർ സത്യഭാമ ഒരു പാലക്കാട്ടുകാരിയാണ്. അവിടുത്തെ ഒരു നായർ കുടുംബത്തിലെ അംഗമായിരുന്നു. എന്നാൽ MGR ജനിച്ചു വളർന്നിട്ടുള്ളത് ശ്രീലങ്കയിലാണ്. പിന്നീട് ഇവർ ഇന്ത്യയിലേക്ക് കുടിയേറുകയാണ് ചെയ്തത്. MGRന്റെ ഭാര്യയും നടിയുമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയുമൊക്കെ ആയിട്ടുള്ള VN ജാനകി എന്ന വൈക്കം നാരായണി ജാനകിയും ഒരു മലയാളി തന്നെയാണ്. തമിഴ്നാടനായിട്ടുള്ള MG ചക്രപാണി ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും പേരുകൾ ഇനി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക. ബൈ.